നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ വോട്ടെണ്ണി ഫലം പുറത്തു വരാൻ ഇനി 8 ദിവസം കാത്തിരുന്നാൽ മതി. ഇന്നേക്ക് 8-ാം ദിവസം ബാലറ്റ് യന്ത്രങ്ങൾ തുറക്കും, വോട്ട് എണ്ണും, ഫലപ്രഖ്യാപനം നടക്കും. കേരളത്തിൽ മത്സരിക്കുന്ന 140 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വെച്ച് ജയിച്ച് കാണാൻ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് ആർ ബിന്ദു അവർകളാണ്. നമുക്കേവർക്കും പ്രിയങ്കരിയായ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് എ വിജയരാഘവൻ്റെ സഹധർമ്മിണി, മുൻ തൃശ്ശൂർ മേയർ, ഇരിങ്ങാലക്കുടയിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രി. ഇത്രയും യോഗ്യതകളുണ്ട് ബിന്ദു സഖാവിന്. അവരങ്ങനെ ഒരു ആശ്രിത നിയമനത്തിൽ കൂടി വന്നതല്ല, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയ്ക്ക് മത്സരിച്ചതും ജയിച്ചതും മന്ത്രിയായതും. മന്ത്രിയാകാൻ യോഗ്യതയുള്ള വേറെ ആളുകളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ആ സ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വഴിക്കാക്കാൻ ബിന്ദുവിനോളം പ്രാഗൽഭ്യം വേറെ ആർക്കുമില്ല എന്നുള്ള കാര്യം അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന വിജയരാഘവൻ സഖാവിനും അറിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനും അറിയായിരുന്നു. ഒരാളും അതിന് യാതൊരു എതിർശബ്ദവും പുറപ്പെടുവിച്ചില്ല എന്നുള്ളതാണ്. ബിന്ദു നേരത്തെ MLA ആയിട്ടില്ല, നേരത്തെ മന്ത്രിയായിട്ടില്ല, എങ്കിലും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വഴിക്കാക്കാൻ ബിന്ദു തന്നെ വേണം എന്നവർക്കറിയാം. അങ്ങനെ ബിന്ദു മന്ത്രിയായതുപോലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എണ്ണി പറയേണ്ടതില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്. എങ്ങനെയാണ് കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിച്ചത്, എങ്ങനെയാണ് വിവിധ സർവകലാശാലകളിൽ ആ വിഷയങ്ങളുണ്ടായത്, എങ്ങനെയാണ് പല കോളേജുകളിലും SFIക്കാരുടെ പ്രവർത്തനം രൂക്ഷമായത്, എങ്ങനെയാണ് ഈ BComന് തോറ്റ ആൾ MComന് അഡ്മിഷൻ കിട്ടിയത്, എങ്ങനെയാണ് ഈ നിർദ്ദിഷ്ട യോഗ്യതയില്ലാത്ത ഒരു പാർട്ടി സഖാവ് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി താൽക്കാലിക നിയമനം നേടിയത്, എങ്ങനെയാണ് പാർട്ടി സഖാവിൻ്റെ ഭാര്യ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമനം നേടിയതൊക്കെ നമുക്കറിയാം. ഗവർണറുമായിട്ടുണ്ടായ വലിയ ഏറ്റുമുട്ടലുകൾ നമുക്ക് ഓർമ്മയുണ്ട്. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന SFIയുടെ വിപ്ലവ തീവ്രമായ മുദ്രാവാക്യം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആഗ്രഹിച്ച പോലെ അതിനേക്കാൾ കൂടുതലായിട്ടും ഒരു വഴിക്കാക്കി എടുക്കാനായിട്ട് ബിന്ദു സഖാവിന് സാധിച്ചു എന്നുള്ളത് ഓരോ മലയാളിയും രോമഹർഷത്തോടെ മാത്രമേ ഓർമ്മിക്കുള്ളൂ. ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെയൊക്കെ വെല്ലുന്ന, അതിനൊക്കെ കടത്തി വെട്ടുന്ന അതിഗംഭീരമായ ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടാണ് ബിന്ദു സഖാവിൻ്റെ ഔദ്യോഗിക കർത്തവ്യ കാലാവധി അവസാനിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയ്ക്ക് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും 4 വാക്ക് പറയാൻ എനിക്ക് അവസരം കിട്ടിയത്. സംഭവം എന്താ വെച്ചാൽ സംഭവം ലളിതമാണ്. കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. പ്രിൻസിപ്പൽമാരുടെ പോസ്റ്റ് വേക്കൻ്റാണ്. പക്ഷേ ആളെ നിയമിച്ചിരുന്നില്ല. നിയമിക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിലെ ചുവപ്പ് നാടയും പച്ച നാടയും നീല നാടയൊക്കെ കാരണമാണ്. പിന്നെ ഇവരുടെ പണ്ടത്തെ പോലെ ഈ സീനിയോറിറ്റിയുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽമാരെ ഇപ്പോൾ നിയമിക്കാനും പറ്റില്ല. UGC അതിന് പല നിബന്ധനകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്നും അതൊക്കെ വെട്ടിച്ചുരുക്കിയും അതിലൊക്കെ മായം ചേർത്തിട്ടും വേണം നമ്മുടെ പാർട്ടിക്കാരായ സഖാത്തികളെയൊക്കെ ആ സീറ്റിൽ കയറ്റി ഇരുത്താനായിട്ട്. UGC പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ ഉന്നത വിദ്യാഭ്യാസം ഒരു വഴിക്കാക്കുക എന്നുള്ള പാർട്ടിയുടെ ചുമതല ബിന്ദു മാഡത്തെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം, ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാൻ പറ്റുകയില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ടായിരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലുണ്ടായിരുന്നു, ഹൈക്കോടതിയിലുണ്ടായിരുന്നു, ചിലർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ കുരുക്കളിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. 2022 കുറേ പേരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. അന്ന് വലിയ ഇൻ്റർവ്യൂ മറ്റുമൊക്കെ നടത്തിയിട്ടാണ് ചെയ്തത്. ഓരോ പ്രൊമോഷൻ അർഹിച്ച് വരുന്ന ആളെയും ചോദിച്ച് വരുന്നവരെയും 15-20 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ രേഖകളൊക്കെ പരിശോധിച്ച് ഇവന് വേണ്ടത്ര യോഗ്യതയുണ്ടോ എന്ന് ബോധ്യപ്പെട്ട് കൊണ്ടുവന്ന രേഖ വ്യാജമാണോ സത്യമാണോ ഒറിജിനലാണോ എന്നൊക്കെ പരിശോധിച്ച് അങ്ങനെയൊക്കെയാണ് നിയമനം നടത്തിയത്. അന്നും കേസൊക്കെ ഉണ്ടായി. പക്ഷേ ആ ലിസ്റ്റിൽ അതിനകത്ത് റിട്ടയർ ചെയ്ത് പോയവർ ഒഴിച്ച് ബാക്കിയുള്ളവരെ ഉടനെ നിയമിക്കാനായിട്ട് കോടതി ഉത്തരവിട്ടു. അവരൊക്കെ ഇപ്പോൾ തുടരുന്നുണ്ട്. ഇത് 2ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിൽ ഈ സംഗതികളൊക്കെ ഒന്നുകൂടി സ്മൂത്താക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പാർട്ടി സഖാത്തികൾക്ക് കിട്ടത്തക്ക രീതിയിൽ മാനദണ്ഡങ്ങളിൽ ചെറിയ മേന്മകൾ വരുത്തി, ചെറിയ ഇളവുകൾ വരുത്തി, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു. ഉദാഹരണത്തിന് ഡെപ്യൂട്ടേഷനിൽ പോയ ആളുകൾക്ക് ഈ ഡെപ്യൂട്ടേഷൻ കാലാവധി UGCയുടെ നോം അനുസരിച്ചാണെങ്കിൽ
അധ്യാപന പരിചയമായിട്ട് കണക്കാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ചില മിനുക്ക് പണികൾ നടത്തി. അങ്ങനെ അനർഹ ഫയലുകളാണെന്ന് കണ്ടെത്തി നേരത്തെ മാറ്റി നിർത്തപ്പെട്ട കുറേ ആളുകൾ കൂടി ഇപ്പോൾ പരമയോഗ്യന്മാരായിട്ട് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ള സൗകര്യവും സാഹചര്യവും ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു സെർച്ച് കമ്മിറ്റി നിയമിച്ചു. സെർച്ച് കമ്മിറ്റി ഒരു ദിവസം എടുത്ത് ഈ രേഖകളൊക്കെ പരിശോധിച്ചു. രേഖകളൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞു. ഈ പാർട്ടി സഖാക്കൾ പലരുടെയും ഗവേഷണ പ്രബന്ധങ്ങൾക്ക് പുറമെ ഇവരുടെ പബ്ലിക്കേഷൻസ് വിടുന്നുണ്ട്. UGCയുടെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ രാജ്യത്താകമാനം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നിബന്ധന അനുസരിച്ചാണെങ്കിൽ ഈ പബ്ലിക്കേഷൻസ് ഉണ്ടാകേണ്ടത് ഇൻ്റർനാഷണൽ ജേർണൽസിലാണ്, അല്ലെങ്കിൽ UGC അംഗീകരിച്ചിട്ടുള്ള പിയർ പബ്ലിക്കേഷൻസിലാണ്. ഇതൊന്നുമില്ലാതെ മനോരമയിലും മാതൃഭൂമിയിലും നാനയിലും കേരള ശബ്ദത്തിലൊക്കെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച ആളുകളാണ് നമ്മുടെ സഖാക്കന്മാരിൽ അധികവും. അവരുടെ ലേഖനങ്ങൾ അധികം വന്നിട്ടുള്ള ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ അല്ലെങ്കിൽ ചിന്ത വാരികലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചു. ഇതൊക്കെ പ്രധാനപ്പെട്ട എടുത്താൽ പൊങ്ങാത്ത പ്രസിദ്ധീകരണങ്ങളാണല്ലോ. അങ്ങനെ അതൊക്കെ പരിശോധിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഇനി ആളെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ സർവകലാശാലയിൽ പ്രിയ വർഗീസിനെ നിയമിച്ച അതേ രീതിയിലാണ്. ഇൻഡെക്സ് മാർക്കൊക്കെ പരിശോധിച്ചു. ഇവന്മാരൊക്കെ യോഗ്യന്മാരാണെന്ന് കണ്ടെത്തി. ഈ യോഗ്യന്മാരിൽ നിന്ന് നിയമനത്തിന് അർഹരായ പ്രിൻസിപ്പളന്മാരായിരിക്കാൻ യോഗ്യതയുള്ള ആളുകൾ കണ്ടെത്തുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻ്റർവ്യൂവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തന്നെ ജോലി എളുപ്പമായല്ലോ. ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർക്ക് അവരുടെ മനോധർമ്മവും യുക്തിയും അതുപോലെ ഈ വരുന്ന കാൻഡിഡേറ്റിൻ്റെ പാർട്ടിയിലുള്ള സ്വാധീനവും അല്ലെങ്കിൽ അയാളുടെ പോക്കറ്റിൻ്റെ ശക്തി മാത്രം പരിശോധിച്ചാൽ മതി. അങ്ങനെ ഒരു വിദഗ്ധ കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റി അതിഗംഭീരമായ ഒരു ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂവിന് വന്ന ആളുകളോട് ചോദിച്ചത് വീട് എവിടെയാണ്, അച്ഛൻ്റെ പേരെന്താണ്, എത്ര കുട്ടികളുണ്ട്, കുടുംബാസൂത്രണ ശാസ്ത്രക്രിയ കഴിഞ്ഞാണോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. വീടിൻ്റെ അടുത്ത് എത്ര ദൂരെയാണ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ്, ആരാണ് ബ്രാഞ്ച് സെക്രട്ടറി, ആരാണ് ഏരിയ സെക്രട്ടറി, അപ്പോഴൊക്കെ അത്രയും ചോദിച്ചപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഓരോ കാൻഡിഡേറ്റിനോടും 1 മിനിറ്റ് തൊട്ട് 1.5 മിനിറ്റ് വരെയുള്ള സുദീർഘമായ ഇൻ്റർവ്യൂവാണ് നടത്തിയത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കൊക്കെയാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം പാർട്ടി ഓഫീസിൽ നിന്ന് നേരത്തെ എഴുതി തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് ഫില്ലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് മേലാവിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിൻ്റെ വകുപ്പ് പെട്ടെന്ന് അവർ ഉന്മേഷവാന്മാരായി മാറി. അപ്പോൾ തന്നെ ആരവിടെ, അത് മാത്രമല്ല ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാത്രി 12:15 മണിക്ക്, അതായത് രാത്രി 12:15 ഒരു ഓർഡർ എടുത്തു. ഇതാ പുതിയ പ്രിൻസിപ്പൾമാരുടെ പട്ടിക. രാവിലെ 7 മണിക്ക് ഉത്തരവുകൾ ഇറങ്ങും. ഓരോരുത്തർക്കും ഉത്തരവ് കിട്ടുന്നു. ഉത്തരവ് കിട്ടിയവരെല്ലാവരും ഓടിപ്പോയി അതാത് സീറ്റിൽ കയറിയിരിക്കുന്നു. പ്രിൻസിപ്പൾമാരായിട്ട് ചാർജ് എടുക്കുന്നു. ഞാനിത് പറയുന്ന സമയത്ത് ഇവരൊക്കെ വിവിധ കോളേജുകളുടെ പ്രിൻസിപ്പൾമാരായിട്ടിരിക്കുകയാണ്. യോഗ്യത ഉണ്ടായിട്ട് UGC പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ഇപ്പോൾ പ്രിൻസിപ്പളായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ അങ്ങനെ ഈ ഇലവ് കാത്ത കിളിയെ പോലെ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കാന്നല്ലാണ്ട് ഇലവ് മരത്തിന്മേൽ കായ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ കായ പഴുത്ത് അത് തിന്നാൻ പാകമാകുകയോ ഒരിക്കലും ചെയ്യുകയില്ല. പക്ഷേ ഇത് കിളിക്കറിയില്ല. അങ്ങനെ ഒരുപാട് കിളികളിങ്ങനെ ഇലവ് കാത്തിരിക്കുകയാണ്. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കുട്ടികളെ പഠിപ്പിക്കാൻ തോന്നിയ നേരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയ്ക്ക് വരുന്നെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പൾമാരായിട്ടിരിക്കായിരുന്നു. അതിന് വരുന്ന റിസർച്ച്, പോസ്റ്റ് ഡോക്ടർ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകൾക്ക് കേരളത്തിൽ വേറെ പല പദവികളും കിട്ടാൻ സാധ്യതയുണ്ട്, പല ജോലിയും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കോളേജ് പ്രിൻസിപ്പളിൻ്റെ ജോലി കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. അങ്ങനെയുള്ള അത്യാഗ്രഹം ആർക്കും നല്ലതല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും വിപ്ലവകരമായ രീതിയിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തന കാലാവധി പൂർത്തീകരിച്ച സഖാവ് ബിന്ദുവിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ബിന്ദു സഖാവ് തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കട്ടെ. ലാൽ സലാം.